ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും വെറും 250 മീറ്റേഴ്സ് മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. അപ്പം പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിൽ ബസ് റൂട്ടിൽ നിന്നും 250 മീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം. നമുക്ക് ഇവിടെ നിന്നും ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരങ്ങളൊക്കെ പറയുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇതിന് ഫ്രണ്ടിലൂടെ പോകുന്ന റോഡും ബാക്കിയുള്ള വില്ലകളും ഇതിനകത്തുള്ള ഈ ഒരു വില്ലയുടെ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വില്ലയുടെ എലിവേഷൻ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടുപോകാം. നമുക്ക് ഇവിടെ നിന്നും ബസ് റൂട്ടിലേക്ക് 250 മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും ഇൻഫോ പാർക്ക്, കാക്കനാട് ഇൻഫോ പാർക്ക്, കളക്ടറേറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ വെറും 12 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഇടപ്പള്ളി സൈഡിലേക്ക് ലുലു മാളിലേക്കൊക്കെയാണ് പോകണ്ടെങ്കിൽ 14 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത്. അതുപോലെ നമുക്ക് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കാണെങ്കിലും വെറും 19 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇപ്പം NRIs ഒക്കെയാണ് വാങ്ങുന്നതെങ്കിൽ അവർക്ക് എയർപോർട്ടിൽ നിന്നൊക്കെ വന്നു പോകാനായിട്ട് വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള ലൊക്കേഷനിൽ തന്നെയാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 10-20ഓളം വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്ടിനകത്തുള്ള ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇതിനകത്ത് പണി കഴിഞ്ഞ വീടുകളിലൊക്കെ തന്നെ സെയിലായി ആളുകൾ താമസമായതാണ്. ബാക്കിയുള്ള കുറച്ച് വില്ലകൾ അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഫുള്ളായിട്ട് പണി കഴിഞ്ഞ് 4 സെന്റിലുള്ളൊരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. 4 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയ മനോഹരമായൊരു വീടാണ് ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്നത്. ഇത് ഏകദേശം ഒരു 20-22ഓളം വില്ലകളുള്ള പ്രൊജക്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ വില്ലകളിലേക്ക് മെയിൻ റോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ടാർ റോഡ് തന്നെയാണ് എല്ലാ വില്ലകളുടെ ഫ്രണ്ടിലൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു വില്ലകളുടെയൊക്കെ ഇത് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന ഒരു പർട്ടിക്കുലർ വില്ലയുടെ മതിൽ തന്നെ നമുക്ക് തുടങ്ങാം. നല്ല ഭംഗിയുള്ള ഡിസൈനോട് കൂടിയിട്ട് ഒരു പ്യുവർ വൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡിലാണ് മതിൽ ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെയായിട്ട് സ്പോട്ട് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. വീടിന്റെ എലിവേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, മെയിൻ ആയിട്ടുള്ള വൈറ്റ് കളർ പെയിന്റ് ആണെങ്കിലും പ്രൊജക്ഷൻ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഒരു ലൈറ്റ് ഗ്രീനിഷ് ഷെയ്ഡും ബ്ലൂവും കൂടി ഒരു മിക്സ്ചറാണ് കൊടുത്തിരിക്കുന്നത്. ടെക്സ്ചർ വർക്കുകൾ വരുന്നുണ്ട്. വീടിന്റെ റൂഫിൽ ആ ഒരു എ ഷേപ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഭംഗിയുള്ള ഡിസൈനുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ആവശ്യത്തിന് മാത്രമുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഒരു ഭാഗത്ത് മതിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗേറ്റിലേക്കാണ് പോകേണ്ടത്. ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കുന്ന ഈ ഒരു ഡിസൈൻ തന്നെയാണ് എല്ലായിടത്തും തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷൻ വന്നിട്ട് നമുക്ക് ഇതുപോലെ തുറന്നു വെക്കാവുന്ന രീതിയിലും ആ ഒരു വലിയ പോർഷൻ വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ചിലാണ്. കംപ്ലീറ്റ് ആയിട്ട് തന്നെ പോളി കാർബൺ ഷീറ്റ് ഇട്ടിട്ടാണ് ഈ കാറ് പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, നമുക്ക് ഈ വെഹിക്കിൾസ് ഒക്കെ ചാർജ് ചെയ്യാറുള്ള പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട്. ആ ഒരു ഭാഗത്ത് വേറൊരു കാറ് കൂടെ, ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് ഈ ഒരു വീട്ടിൽ നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ ഭംഗിയായിട്ട് ടൈലൊക്കെ വിരിച്ചിട്ട് ആവശ്യത്തിന് മാത്രമുള്ള വർക്കുകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീട്ടിലേക്ക് കയറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു വലിയ കിണർ നമുക്ക് വിസിബിൾ ആണ്. അതിന്റെ ഹാഫ് പോർഷൻ അവർ കവർ ചെയ്തിരിക്കുന്നതാണ്. ആ കിണറിനകത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ചെങ്കല്ലാണ് കാണുന്നത്. നമുക്ക് എർത്തിൽ നിന്നുള്ള ഡയറക്റ്റ് വാട്ടർ ആണ് കിട്ടുന്നത്. ഈ ഒരു സമയത്ത് കിണറിൽ അത്യാവശ്യം നമുക്ക് നോക്കുന്ന കണ്ണെത്തുന്ന ദൂരത്തിൽ തന്നെ വാട്ടർ കാണാം. കിണർ കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ ലെഫ്റ്റ് സൈഡ് ബാക്കിലേക്ക് പോകുന്നതോറും ബേബി മെറ്റൽസ് ആണ് വിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ വർക്ക് ഏരിയയുടെ ഡോറ് വിസിബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് കാണേണ്ടത് വീടിന്റെ റൈറ്റ് സൈഡിലേക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീട് ചെയ്തത് മിഡിലായിട്ടാണ്. നമുക്ക് 2 സൈഡിലൂടെയും നല്ല രീതിയിൽ വിട്ടിട്ടിട്ട് ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡും സെയിം തന്നെയാണ്. ബാക്ക് സൈഡിലേക്ക് ബേബി മെറ്റൽ വിരിച്ചിട്ട് അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വർക്ക് ഏരിയയുടെ ഡോറാണ്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഗ്യാസ് സിലിണ്ടറൊക്കെ വെക്കാനുള്ള ആ ഒരു സെപ്പറേറ്റ് കേജ് കൂടി അവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കയറാൻ പോകുന്നത് വീടിന്റെ ഒരു സിറ്റ് ഔട്ടിലേക്കാണ്. ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയ ഒരു ചെയറൊക്കെ ഇട്ടിരിക്കാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇതിന്റെ സിറ്റ് ഔട്ടിൽ കിട്ടുന്നത്. ഈ കാണുന്ന വീടിന്റെ ഡോറ് ഫേസ് ചെയ്തത് ഈസ്റ്റിലേക്കാണ്, കിഴക്കു ഭാഗത്തേക്കാണ് വീടിന്റെ ദർശനം വരുന്നത്. ഒറ്റപ്പാളിയിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയിട്ടാണ് ഈ ഒരു ഡോറ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സിറ്റ് ഔട്ടിലേക്ക് കയറിയ സമയത്ത് ഇതിന്റെ മുകളിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ചെറിയ രീതിയിലൊക്കെ ലൈറ്റ് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു സിറ്റ് ഔട്ട് ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു 4 സെന്റ് സ്ഥലത്താണ് വീട് ചെയ്തിരിക്കുന്നത്. 1700 സ്ക്വയർ ഫീറ്റിലാണ്. അപ്പൊ അത്യാവശ്യം മോശമല്ലാത്ത സ്പേസ് നമുക്ക് കിട്ടുന്ന ഒരു വീട് തന്നെയാണിത്. നേരെ കയറി വന്നു കഴിഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത് ഇതിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. നമുക്ക് വരുമ്പോൾ തന്നെ ഇതിന്റെ ഫ്ലോർ ആണ് ആദ്യം നോക്കേണ്ടത്. വൈറ്റ് കളറിലുള്ള നീളത്തിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മോഡലുള്ള വിൻഡോസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ ഓപ്പൺ ചെയ്യാവുന്ന, പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വുഡൻ ഫ്രെയിം ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്ന വുഡിന്റെ ഐറ്റംസ് എല്ലാം തന്നെ ആഞ്ഞലയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് തീർത്തിരിക്കുന്നത്.
ലിവിംഗ് സ്പേസിൽ നമുക്ക് ടി വി വെക്കാനുള്ള ആ ഒരു പോർഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് മൾട്ടിവുഡ് കൊണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഡ്രോ ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്തിട്ടാണ് ടി വി വെക്കാനുള്ള സ്പേസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള LED ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിട്ടുള്ളത്. ഈ നിൽക്കുന്ന ലിവിംഗ് സ്പേസിന്റെ നേരെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും എൻഡ് നമുക്ക് വിസിബിൾ ആണ്. അവിടെ ഭംഗിയായിട്ട് ഇട്ടിരിക്കുന്ന ഒരു ഷാൻലിയർ നിങ്ങൾക്ക് കാണാം. അതുകൂടാതെ ആ ഷാൻലിയറിന്റെ സൈഡിലൂടെ നിങ്ങൾ ആ ഒരു റൈറ്റ് സൈഡ് ഭാഗത്തേക്കൊക്കെ നോക്കുവാണെങ്കിൽ ഒരു വലിയ വെന്റിലേഷൻ അവിടെ നമുക്ക് വേറെ കൊടുത്തിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. എങ്കിലും നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടാനായിട്ട് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ആ ഒരു ഏരിയ. അപ്പം നമ്മൾ ഈ ഒരു ലിവിംഗ് സ്പേസ് കണ്ടു. അവിടെ നിന്ന് നമ്മൾ ഇനി വരാൻ പോകുന്നത് ഡൈനിങ്ങിലേക്കാണ്. ഡൈനിങ്ങിന്റെ എൻട്രൻസ് വന്നിട്ട് മൾട്ടിവുഡിൽ നല്ല ഭംഗിയായ ഡിസൈനോട് കൂടിയിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് ഈ വീടിന്റെ ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നേരെ മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്തൊക്കെ ഹാൻഡ് റെയിൽസിന് പകരം ഇതുപോലെ ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ക്വയർ ട്യൂബ് കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹാൻഡ് റെയിൽസിന് പകരവുമായി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സേഫ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലും കൂടിയാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറിന്റെ താഴെ ഇതുപോലെ കബോർഡുകളായിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇൻവെർട്ടേഴ്സ് ഒക്കെ ആ ഒരു ഭാഗത്ത് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് നമുക്ക് 4 വലിയ വിൻഡോസ് ആണ് കിട്ടുന്നത്. ഏകദേശം ഒരു 6 പേരെ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ കിട്ടുന്നത്. ഡൈനിങ്ങിന്റെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സിമ്പിൾ ആയിട്ടുള്ള റൂഫിൽ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് കൗണ്ടർ വരുന്നത്. സെപ്പറേറ്റ് ഒരു സ്പേസിലായിട്ടാണ് വാഷിംഗ് കൗണ്ടർ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് തന്നെയാണ് മുകളിലും സൈഡിലും ഒക്കെ കവർ ചെയ്യാനായിട്ട് ഡിസൈനൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അതിരിക്കുന്ന സ്പേസ് വന്നിട്ട് ഒരു ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിന്റെ സൈഡിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറിലുള്ള പെയിന്റ് ആണ് ഈ ഭാഗത്തുള്ള ടൈലിനൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഒരു വലിയ മിറർ കൊടുത്തിട്ടുണ്ട്. ജാഗ്വാറിന്റെയാണ് ഈ ഒരു വാഷ് ബേസിൻ ഉപയോഗിച്ചിരിക്കുന്നത്. വാഷ് ബേസിന് ഓപ്പോസിറ്റ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ഡോറിന്റെ പാറ്റേൺ ഒക്കെ വന്നിട്ട് ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ നമുക്ക് താഴത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ആദ്യത്തെ ബെഡ്റൂം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യത്തിന് സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. നമുക്കൊരു ഡബിൾ കോട്ട് കട്ടിലിടാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇതിന്റെ റൂഫിലേക്ക് നിങ്ങൾ നോക്കിയാലും കാണാം നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ആണെങ്കിൽ കുറച്ച് വുഡൻ പാനലിങ്ങുകളൊക്കെ ചെയ്തിട്ട് LED ലൈറ്റുകളൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്ത് മൾട്ടിവുഡിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ വിൻഡോസ് നമുക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് വരുന്നുണ്ട്. നമുക്ക് ഇതുപോലെ സ്മോൾ ആയിട്ടുള്ള വിൻഡോസ് ആണ്. ചെറുതായിട്ടൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോസും ഇവിടെ വലിയ 4 വിൻഡോകളും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ആ ഒരു ഭാഗത്തായിട്ട് താഴേക്ക് ഇറങ്ങുന്ന രീതിയിലായതുകൊണ്ട് വെള്ളം യാതൊരു കാരണവശാലും പുറത്തേക്ക് തെറിച്ചു വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലുള്ള ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫിറ്റിംഗ്സ് വന്നിട്ട് ജാഗ്വാറും സെറയിലും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിൽ നമ്മൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാം ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നേരത്തെ കണ്ട ബെഡ്റൂം പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ കാണുന്ന ഒരു ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മുകളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം റൂഫിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലുള്ള സിമ്പിൾ ആയിട്ടും എന്നാൽ നല്ല എലഗന്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ഈ 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. അതുകൂടാതെ ആ ഒരു ഭാഗത്തുകൂടെയാണ് വിൻഡോസ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബ് വന്നിട്ട് സെയിം തന്നെ ഈ ഒരു കോർണറിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള ടൈലുകളുടെ കോമ്പിനേഷനാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. താഴത്ത് നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. അതിനുശേഷം ആ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വരുന്നത് ഇവിടുത്തെ കിച്ചണിലേക്കാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് കിച്ചണിന്റെ എൻട്രൻസ് നോക്കിയാൽ കാണാം ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് ഭംഗിയുള്ള ഡിസൈനിലാണ് ഇതിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റുകളും ഹാങ്ങിങ് ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ അട്രാക്റ്റീവ് ആയിട്ടാണ് എൻട്രൻസ് തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഫ്ലോറ് കുറച്ച് ഗ്രിപ്പുള്ള ഒരു ആഷ് കളർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം ഒരു 3-4 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണ് കിട്ടുന്നത്. ഇതിന്റെ ഈ ഒരു പീസ് വന്നിട്ട് ഗ്രാനൈറ്റിൽ ബ്ലാക്ക് കളറിൽ ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ വന്നിട്ടാണെന്നുണ്ടെങ്കിലും ഒരു ആഷ് ആൻഡ് വൈറ്റ് കളറാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. കിച്ചണകത്ത് നമുക്ക് 3 വിൻഡോസ് കാണാം. അതുകൂടാതെ വലിയൊരു പൈപ്പ് തന്നെയാണ് സിങ്കിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്.
ഈ ഒരു ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് ഫ്രിഡ്ജ് ഒക്കെ വെക്കാനായിട്ട് ഈ ഒരു സ്പേസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് കൂടാതെ കിച്ചണിനകത്ത് ഓൾറെഡി ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് കിട്ടുന്നുണ്ട്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആ കിച്ചണിന്റെ ഒരു സ്പേസിനെ എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഈ ഒരു ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെക്കാവുന്നതാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കബോർഡ് ഫെസിലിറ്റികൾ കിട്ടുന്നുണ്ട്. അതിനോട് അറ്റാച്ച് ചെയ്ത് താഴെയായിട്ട് 3 വിൻഡോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. അപ്പൊ നല്ലൊരു വലിയ കിച്ചൺ കിട്ടുന്നുണ്ട്. അതുകൂടാതെ വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കായിട്ട് ഇവിടെ കിട്ടുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഷീറ്റ് വെച്ച് കവർ ചെയ്ത് സേഫ് ആയിട്ടാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഗ്രാനൈറ്റ് കൊണ്ടുള്ളൊരു സ്ലാബും ഒരു സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷനും കാണാവുന്നതാണ്. ഈ കാണുന്ന വർക്ക് ഏരിയയുടെ 2 സൈഡിലായിട്ട് 2 ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡോറുകൾ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലൂടെയും വീടിന്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് ആക്സസ് ഉള്ളത്. മുകളിലേക്കുള്ള സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. കടന്നു വരുന്ന വഴിക്കുള്ള ഹാൻഡ് റെയിൽസ് ഞാൻ താഴെ നിന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. സാധാരണ നമ്മൾ കാണുന്ന ഹാൻഡ് റെയിൽസിൽ നിന്നും കുറച്ചുകൂടെ ഡിഫറൻ്റ് ആയിട്ട് ഇതുപോലെ GS സ്ക്വയർ ട്യൂബിൽ വളരെ ഭംഗിയായിട്ടും സ്റ്റാൻഡേർഡ് ആയ രീതിയിലാണ് മുകൾ ഭാഗം വരെ ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്കിടയ്ക്ക് ഇതുപോലുള്ള ചെറിയ പീസുകളൊക്കെ കൊടുത്തിട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയ രീതിയിൽ തന്നെയാണ് ഹാൻഡ് റെയിൽസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കയറി വന്ന വഴിയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം 4 വിൻഡോസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. ഹാളിൻ്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ട് GS സ്ക്വയർ ട്യൂബിലും ഇവിടെ വന്നിട്ട് ടഫിൻ്റെ ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഔട്ടർ ഫ്രെയിമിലുമായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നിട്ട് താഴേക്ക് നോക്കുന്ന സമയത്ത് കാണാം ഇവിടുത്തെ ലിവിങ് ഏരിയയാണ് നമുക്ക് താഴേക്ക് കാണാൻ പറ്റുന്നത്. അവിടെ ഇട്ടിരിക്കുന്ന ഹാൻഡ് റെയിൽസിൻ്റെ അവിടെ ഇട്ടിരിക്കുന്ന ഒരു ഹാങ്ങിങ് ഷാൻലിയറിൻ്റെ ഭംഗി കുറച്ചുകൂടെ നിങ്ങൾക്ക് ഇവിടെ നിൽക്കുമ്പോൾ അടുത്ത് തന്നെ ക്ലോസ് ആയിട്ട് തന്നെ വിസിബിൾ ആണ്. നമുക്ക് ഈ ഒരു മുകളിൽ ഒരു വലിയ ലെങ്ത് ആയിട്ടുള്ളൊരു ഹാളാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് എവിടെ വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് TV യൂണിറ്റിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ റൂഫിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം സിമ്പിൾ ആയിട്ടുള്ള വർക്കുകളാണെങ്കിലും ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിങ്സും റൂഫിലെ വർക്കുകളൊക്കെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ തുടങ്ങാം. താഴെ നമ്മളിവിടെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമാണ് കാണാനുള്ളത്. നമ്മൾ സ്റ്റെപ്പ് കയറി അവിടെ നിന്ന് വന്നു. ഈ ഒരു ഹാളിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു കട്ടിലിടാനുള്ള നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ഇതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് നോക്കിയാലും കാണാം സിമ്പിൾ ആയിട്ടും നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈനുകളൊക്കെയാണ് റൂഫിൽ ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിൽ എയർ സർക്കുലേഷൻ ആയിട്ട് ധാരാളം വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഒരുപാട് വിൻഡോസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് കിട്ടുന്നത്. അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഒരു ആഷ് കളർ തന്നെയാണ് ഇവിടെയും മെയിൻ ആയിട്ട് ടൈല് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ കൂടിയാണ് നമുക്ക് ഇവിടുത്തെ ബാൽക്കണിയിലേക്ക് വരാനുള്ള എൻട്രി കിട്ടുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത്. ഒരു ചെറിയ ബാൽക്കണിയാണ്, എന്നാൽ നമുക്ക് അത്യാവശ്യം ചെയറൊക്കെ ഇട്ടിരിക്കാനുള്ള സ്പേസ് ഇവിടെ കിട്ടുന്നുണ്ട്. ഹാൻഡ് റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഓപ്പോസിറ്റ് ആണെങ്കിലും സൈഡിലാണെങ്കിലും ഒക്കെ ഒരുപാട് വില്ലകൾ നമുക്ക് കാണാം. പിന്നെ ഞാൻ പറഞ്ഞു 22ഓളം വില്ലകൾ വരുന്ന പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നൈബേഴ്സിനൊന്നും യാതൊരു ക്ഷാമവുമില്ല. ഒരുപാട് ആളുകൾ താമസിക്കുന്ന നല്ലൊരു ഏരിയയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വില്ലയും കിട്ടുന്നത്. സൗകര്യങ്ങൾ കൊണ്ടും എല്ലായിടത്തേക്കും എത്തിപ്പെടാനുള്ള ദൂരം നോക്കുവാണെങ്കിലൊക്കെ വളരെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു വില്ല സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂം കണ്ടിട്ട് നമ്മൾ വീണ്ടും ഇതിന്റെ ഹാളിലേക്കാണ് വന്നിരിക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഈ ഭാഗത്തായിട്ടൊരു ഡോറ് കാണാം. ഇത് വന്നിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എൻട്രൻസ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ആയിട്ടാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. മുകൾ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ടെറസിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് നിങ്ങൾക്ക് അവിടെ വിസിബിൾ ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ബാക്കിയുള്ള വില്ലകളൊക്കെ ക്ലോസ് ആയിട്ട് വിസിബിൾ ആണ്. അടുത്തടുത്തെല്ലാം ഉള്ള വീടുകൾ ഓൾറെഡി ആളുകൾ താമസമായതാണ്. ചില വില്ലകളിൽ മാത്രമാണ് അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്നത്. അപ്പൊ യൂട്ടിലിറ്റി സ്പേസ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വരുന്നത് ഇവിടുത്തെ ഈ ഒരു ഹാളിനകത്തേക്കാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ഫൈനൽ ബെഡ്റൂം വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വലിയ ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിന്റെയും റൂഫിൽ വളരെ മനോഹരമായിട്ടുള്ള വർക്കുകളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. റൂം കംപ്ലീറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നിറയെ വിൻഡോസ് ഒക്കെയാണ് ആവശ്യത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡ് കൊണ്ടുള്ള വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. എല്ലാ വാർഡ്രോബുകളിലും മിറർ ഫെസിലിറ്റി ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സെയിം ടൈൽ ആഷ് കളറിലുള്ള ടൈല് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ കാണുന്ന ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് പുക്കാട്ടുപടി പെരുമ്പാവൂർ റൂട്ടിലാണ്. അവിടെ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം 250 മീറ്റർ മാത്രമാണ് നമുക്ക് ഈ വില്ലകളിലേക്കുള്ള ദൂരം. 22ഓളം വില്ലകൾ വരുന്നൊരു വില്ല പ്രൊജക്റ്റ് ആണ്. പല വീടുകളും സെയിലായിട്ടുണ്ട്, ബാക്കിയുള്ളത് അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. ഈ കാണുന്ന ഒരു വീടാണ് പ്യുവർലി എല്ലാ വർക്കുകളും കഴിഞ്ഞ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. ഇൻഫോ പാർക്ക് കാക്കനാട് കളക്ടറേറ്റിലേക്കൊക്കെ വെറും 12 കിലോമീറ്റർ ആണ് നമുക്ക് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. ഇടപ്പള്ളി ഭാഗത്തേക്ക് 14, എയർപോർട്ടിലേക്ക് 19 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. സൗകര്യങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ ഒരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത്. ഈ കാണുന്ന വീടിന്റെ ലാൻഡ് എന്ന് പറയുന്നത് 4 സെന്റ് ആണ്. 4 സെന്റ് ലാൻഡിലാണ് വീട് ചെയ്തിരിക്കുന്നത്. 1700 ആണ് ഇതിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളായി ചെയ്തിരിക്കുന്ന ഈ ഒരു വീടിന് കിണർ വെള്ളമാണ് മെയിൻ ആയിട്ട് വാട്ടർ സോഴ്സ്. മറ്റൊരു ഓപ്ഷൻ നമുക്കുള്ളത് KWയുടെ വാട്ടർ ആണ്. ഈ ഒരു വീട്ടിൽ 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും സൗകര്യങ്ങളുള്ള മനോഹരമായ ഈ വീടിന് ഓണർ ചോദിക്കുന്ന പ്രൈസ് 71 ലക്ഷമാണ്. 71 lakhs എന്ന ഇതിന്റെ പ്രൈസ് ചെറുതായിട്ടൊക്കെ നെഗോഷ്യബിൾ ആണ്. ഈ ഭംഗിയുള്ള വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിലേക്ക് വിളിക്കുക. നിങ്ങൾക്ക് ലോൺ ഉൾപ്പെടെയുള്ള എല്ലാ സൗകര്യങ്ങളും തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് ചെയ്തു തരുന്നതാണ്. അതുപോലെ ഇതിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ ഇതുപോലുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങൾ കാണുന്നതിനും അറിയുന്നതിനൊക്കെ ആയിട്ട് മാർബിൾ ഹോംസ് കാണുന്നത് പതിവാക്കുക. അടുത്ത ഒരു നല്ല വീടിന്റെ വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.